സാമുവൽ. ഇവിടെ എത്തിയത് മുതൽ അയാൾക്ക് എന്നിലുള്ള നോട്ടം മുതലെടുത്താൽ കെണിയിലേക്ക് അവൻ നടന്നെത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഹേയ്, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത്? എന്തെങ്കിലും? പക്ഷേ ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതെന്തിനാ? ഇവിടെ എന്താ കുഴപ്പം? ആരെങ്കിലും കാണുമെന്ന് ഓർത്തിട്ടാണോ? ഞാൻ മുറിയിൽ വരാം. ഡോർ ലോക്ക് ചെയ്യാതിരുന്നാൽ മതി. അതുമാത്രല്ല, ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയാനും സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങളാണ് നല്ലത്. അവനെന്തിനാ ആ നേരത്തെ കുളക്കടവിൽ പോയത്? അറിയില്ല. പണിക്കാരനെ കണ്ടത്. ആദ്യത്തെ കുറുക്ക് കൃത്യമായി വീണതിൻ്റെ ആശ്വാസം. ഇനിയുള്ള ചുവടുകളിൽ ധൈര്യം തീരുമെന്നെൻ്റെ വിശ്വാസത്തിന് അധികം ആയുസുണ്ടായില്ല. എങ്ങനെയാ ചത്തത്? കുളത്തിൽ വീണു. കുടിച്ചിട്ടുണ്ടായിരുന്നു.
താഴെ എന്നാരും അന്വേഷിക്കണില്ലേ? താൻ സാമുവലിന്റെ ബോഡി കാണുമ്പോ അവിടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഏയ് ഇല്ല. താൻ ആ സമയത്ത് എന്തിനാ അവിടെ പോയത്? ഞാൻ കുളിക്കാനായിട്ട്. എന്താ ചോദിച്ചു? ഏയ് ഒന്നുമില്ല. എന്താ ഓർക്കുന്നത്? ഈ സോങ് എന്തൊരു ഫീലല്ലേ. പോടൂ, ആവുന്നല്ല. നീ വേറെ എന്തോ ആലോചിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, നമ്മൾ എങ്ങനെയാവും പിരിയാന്ന് ആലോചിക്കായിരുന്നു. എന്തിനാ പിരിയുന്നു? ഒന്നുമില്ല, എന്തോ അങ്ങനെ ഒരു തോന്നൽ. നമ്മൾ ഒന്നിക്കാൻ ചാൻസ് ഇല്ലാത്ത പോലെ. നിനക്ക് ഈ വേണ്ടാത്ത ആലോചനകൾ മാത്രമേ ഉള്ളൂ. എന്തിപ്പം അങ്ങനെ തോന്നേ? എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ? ഏയ് അതൊന്നല്ല. എനിക്കിതിന് ഭയങ്കര ഇഷ്ടമാണോ. അതിന് ചെറുപ്പം തൊട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നും എനിക്ക് കിട്ടാറില്ല. ഇതും അങ്ങനെ ആവുമെന്നൊരു. ഓ അങ്ങനെ. എന്നൊരു കാര്യം ചെയ്യ്, ഇപ്പോഴുള്ള ഇഷ്ടം കുറച്ച് കുറച്ചോ. ശ്രമിക്കുന്നുണ്ട്. കൊല്ലിന് അതല്ലടോ, ചിലപ്പോൾ ഇതെൻ്റെ ഇതുവരെയുള്ള അനുഭവം കൊണ്ട് തോന്നുന്നതായിരിക്കാം. എനിക്കെൻ്റെ മമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ പപ്പ ഇതുപോലൊന്നും അല്ലായിരുന്നു പണ്ട്. കിട്ടുന്ന കാശിനൊക്കെ കുടിക്കും. കുടുംബത്തെക്കുറിച്ച് ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. എന്നെയും വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ എൻ്റെ മമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. അധ്വാനം കൂടുതലുണ്ടായിരിക്കും. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയൊക്കെ കിട്ടി മമ്മയെ നോക്കാറായപ്പോഴത്തേക്കും അമ്മ പോയി. അതെനിക്കൊരു വലിയ ഷോക്കായിരുന്നു. പിന്നെ അന്നയുള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ചു തന്നത്. ഇപ്പം എനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷം തോന്നിയാൽ പോലും ഭയങ്കര പേടിയാ. ഇനി ഇതിലും വലിയ സങ്കടം എന്തെങ്കിലും വരാനാണോ ഇങ്ങനെയെന്ന്. എൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നതൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ആ പേടി വേണ്ട. കാരണം ഇതിനു മുമ്പുള്ള എൻ്റെ ഒരു ഇഷ്ടവും ഇതിലും വലുതായിരുന്നില്ല. ശരിക്കും ഗ്ലാസ് അന്ന, ഇനിയുള്ള നീക്കങ്ങൾ കുറെ കൂടെ ശ്രദ്ധിക്കണം. ലോക്കയ്ക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അവനെങ്ങനെ മനസ്സിലായി? അതറിയില്ല. തോട്ടത്തിലെ ജോലിക്കാരനായിട്ട് സംസാരിക്കുന്ന കേട്ടു. ഞാൻ പുറത്തിറങ്ങാൻ നോക്കേണ്ടത് ലോക്കയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പുറത്തു പറയണമെങ്കിൽ അവന് അത്രയും ഉറപ്പുണ്ടാവണം. എന്തായാലും ഇനിയുള്ള പ്ലാനുകളിൽ കൂടുതൽ കരുതൽ വേണം. എന്താണ് അയാൾക്ക് സംശയം തോന്നാനുള്ള കാരണം എന്നറിയണം. തുടക്കത്തിൽ സംശയത്തിന് നിഴലുണ്ടാവുന്നത് നല്ലതല്ല. ഞാൻ ശ്രമിക്കാം. അന്നിപ്പോൾ പോയിക്കോളൂ.